ഒന്ന് പേടിച്ചിട്ട് പറയുന്നില്ല. കാരണം ഇപ്പം ആവശ്യത്തിന് പായിപ്പാട് പള്ളി വന്നു കഴിഞ്ഞപ്പം പടച്ചവന് ഇപ്പം ബർക്കത്തുണ്ട് കേട്ടോ. 1033 കേസായി എനിക്ക്. കേട്ടോ പ്രസിഡന്റ്, എനിക്ക് കേൾക്കുന്നില്ല കേട്ടോ. പായിപ്പാട് പള്ളി വന്നതിന് ശേഷം ബർക്കത്ത കേസുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹു എല്ലാം സലാമത്തിലാക്കി തരുമാറാകട്ടെ. ഉസ്താദ് അനുഭവിക്കട്ടെ എന്നാണ്, ഉണ്ട തിന്നട്ടെ എന്നാണ്. എന്തായാലും നിങ്ങളെ കാര്യം പറഞ്ഞോ, എന്താണ് ഉണ്ടല്ലോ, നിങ്ങൾക്കുണ്ടല്ലോ ബർക്കത്തിന്, പോയി തിന്ന്. പെണ്ണുങ്ങളൊന്നും പറയാൻ പാടില്ല. എടീന്ന് വിളിച്ച കേസാ, വിളിച്ചേക്കരുത് കേട്ടോ. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് പെണ്ണുങ്ങളാന്ന് പറഞ്ഞപ്പോ എല്ലാ അറസിന്റെ മുകളിൽ കയറിയില്ലേ? സറായുസ്താ പറഞ്ഞില്ലേ? പക്ഷെ നിങ്ങൾ ഇത് മൊത്തം കളയുന്നത് ഒറ്റ വാക്കിലാണ്. എന്തെന്നറിയോ? നീ നിന്റെ മച്ചായോട് പറഞ്ഞു, മച്ചാനെ കല്യാണം വരുന്നുണ്ട്, എനിക്കൊരു നല്ല സാരി വേണം, മേടിച്ചോണ്ട് ഒരാടി. ഞായറാഴ്ച പോകാനല്ലേ? ഇവൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നു, മേടിച്ചില്ലേ? ഞായറാഴ്ചയല്ലയോ, സമയമുണ്ടല്ലോ, മേടിച്ചു തരാം. അങ്ങനെ വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച പോകാൻ റെഡിയായി നിൽക്കാം. മച്ചാടത്ത് പറഞ്ഞൊരു നല്ല സാരി മേടിച്ചുകൊണ്ട് കൊടുക്കാൻ. ഈ പാവപ്പെട്ടവൻ മേടിക്കാതെ വീട്ടിൽ കയറിപ്പോയി. സങ്കല്പിക്ക്, ഈ സാരി ഇല്ലാതെ വീട്ടിലേക്ക് പോവാ. വരുമ്പോഴേ ഭാര്യയുടെ മുഖം കടന്തൽ പോലെ ഇരിക്കുന്നുണ്ട്. കാരണം കൈ രണ്ടും വീശിയാ വരുന്നേ, സാരി കയ്യിലില്ല. അപ്പോഴേ ആമിനയുടെ മുഖത്ത് വാട്ടമുണ്ട്. ഈ മനുഷ്യൻ വീട്ടിൽ വിട്ട് കയറി ചെന്നു. ഭർത്താവ്, ചെമണി വെള്ളം എടുക്കടി. സാരി എന്ത് എടി, അത് ഞാൻ മറന്നുപോയില്ലേ? അല്ലെങ്കിലും ഇന്ന് വരെ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? ഒരൊറ്റ ചോദ്യം. നമ്മുടെ ഭാര്യമാര് ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, അല്ലെങ്കിൽ ഇന്ന് വരെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾ വാങ്ങി തന്നിട്ടുണ്ടോ? 10 കൊല്ലം വാങ്ങിച്ചു കൊടുത്തതൊക്കെ ഒറ്റ വാക്കിലങ്ങ് മറക്കും. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. പറയില്ലേ, 100 വട്ടം പറയത്താതെ കിട്ടിയ നന്മ മുഴുവനും അവിടെ പോയി. അള്ളാഹു പൊട്ടിരുമാറാകട്ടെ. ആ ഒരൊറ്റ വാക്കിൽ നിങ്ങൾ ചെയ്ത എല്ലാ നന്മകളും പോയി. അതാ നന്ദിയില്ലാത്ത വാക്ക്. ഒരൊറ്റ വാക്ക് പറയും, ദേഷ്യത്തിലങ്ങ് പറയും, അല്ലെങ്കിൽ ഇന്ന് വരെ നിങ്ങൾ എനിക്കൊന്നും ചെയ്തിട്ടില്ല. അള്ളാഹു പുറത്തിരുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് കെട്ടിപ്പിടിച്ചാൽ സ്നേഹമുണ്ടാകും, മനസ്സുകൾ വൈരാഗ്യം മാറും, ചതിയും വഞ്ചനയൊക്കെ മാറും. അള്ളാഹു നമ്മളുടെ മനസ്സുകൾ അടുപ്പിക്കുമാറാകട്ടെ. അള്ളാഹു അടുപ്പിക്കുമാറാകട്ടെ. അപ്പൊ പാപം പൊറുക്കാനുള്ള വഴി സലാം പറഞ്ഞോ, കെട്ടിപ്പിടിച്ചോ. അൽഹംദുലില്ലാ. എല്ലാവരും എഴുന്നേറ്റ് പതുക്കെ എഴുന്നേറ്റ്, റാഹത്തായിട്ട് എല്ലാവരും എഴുന്നേറ്റ്. സുഖമല്ലേ? എല്ലാത്തിനും സുഖമല്ലേ? എല്ലാവരും നേരെ നിന്നില്ലേ? എന്നിട്ട് അടുത്ത് വലതും ഇടതോട്ട് നിൽക്കുന്നവരുടെ കൈ പിടിച്ചിട്ടൊന്ന് സലാം പറഞ്ഞു. കമ്മിറ്റിക്കാരും പറഞ്ഞോ? അമ്മായി അമ്മയാ പറഞ്ഞോ? ധൈര്യമായിട്ട് പറഞ്ഞോ? അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ ബന്ധം നിലനിർത്തി തരുമാറാകട്ടെ. കെട്ടിപ്പിടിക്കണ്ട, ഇരുന്നോ. പ്രാണിയൊക്കെ ശരീരത്തിലുള്ളണ്ടായിരുന്നോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ അൽഹംദുലില്ലാ, പാപം പൊറുക്കാനുള്ള 4ാമത്തെ വഴി എന്താണ്? പ്രിയപ്പെട്ട സഹോദരാ, നബി തങ്ങൾ പറയുന്നു, നിങ്ങൾ പരസ്പരം മുസാഫഹത്ത് ചെയ്യണേ, നിങ്ങൾ സലാം പറയണേ. നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നിർത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് 2 ആയത്തുകളുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 2 ആയത്തുകളുണ്ട്. ആ 2 ആയത്തുകൾ ഏതെങ്കിലും ഒരു മനുഷ്യനെ പാരായണം ചെയ്താൽ അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ പഠിപ്പിച്ചതാണ്. ഇബ്നു മസ്ഊദ് തങ്ങളാണ് പറയുന്നത്. ഈ 2 ആയത്തുകൾ ആരെങ്കിലും പാരായണം ചെയ്താ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. റബ്ബേ, പാരായണം ചെയ്യാൻ ഭാഗ്യം തരണേ റളിയല്ലാഹു തആല പറയുന്നു, ഈ 2 ആയത്തുകൾ ആരെങ്കിലും പാരായണം ചെയ്താൽ അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കും. അല്ലാഹു ആ ആയത്ത് പാരായണം ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ 2 ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഇത് ഓതിയാൽ നിന്റെ പാപം പൊറുക്കും. അല്ലാഹു പുറത്തിരുമാറാകട്ടെ.
അള്ളാഹു പുറത്തേരുമാറാകട്ടെ. അപ്പൊ ഓതാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവര് കൈപൊക്കിക്കേ. 2 ആയത്തുകൾ. ആ പൊക്കാത്തവനെ ഞാൻ ഒന്ന് കാണട്ടെ. അൽഹംദുലില്ലാ. പൊക്കിയോ? അള്ളാഹു എന്റെ കൈ ചുരുട്ടി പിടിച്ചെന്തിനാ? കൈ ചുരുട്ടി പിടിച്ചെന്തിനാ? മസിലുണ്ടെന്ന് കാണിച്ച കൈ നോത്ത് പൊക്കട്ടോ. അൽഹംദുലില്ലാ. അള്ളാഹു നിങ്ങളാരും പോകുന്നില്ലേ? കുറപ്പ എല്ലാരും നിങ്ങൾ എന്തുവാണ് മുത്തണ്ണ എന്താ പുറത്തേക്കുന്നത്? അള്ളാഹു പുറത്തേരുമാറാകട്ടെ. അള്ളാഹു പുറത്തേരുമാറാകട്ടെ. ഓതിക്കൂടെ അള്ള തരുന്ന ഒരു പ്രതിഫലം പറയാം. ചില ആൾക്കാര് ഞാൻ കോയമ്പത്തൂർ, എന്റെ ഉമ്മാടെ സഹോദരൻ താമസിക്കുന്നത് കോയമ്പത്തൂരാണ്. എന്നോട് പറഞ്ഞു, മോനെ നിന്റെ പ്രസംഗം കേൾക്കുന്ന ഒരു ഉമ്മയുണ്ട്, നിന്നെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്. ഒരിക്കൽ ഞാൻ പോയി, എനിക്ക് കാണാൻ പറ്റിയില്ല. 2-3 ദിവസം മുമ്പ് എന്റെ അമ്മ പറഞ്ഞു ആ ഉമ്മ മരിച്ചെന്ന്. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. 37 വർഷമായിട്ട് ഒറ്റ കിടപ്പ്. 37 കൊല്ലമായിട്ട് എന്തസുഖമാണെന്നറിയില്ല. ആ ഉമ്മ ഒരേ കിടപ്പൊന്ന് ചരിയാൻ പോലും ആ പാവത്തിന് പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഖുർആൻ നെഞ്ചത്ത് വെച്ചിട്ടാ ഉറങ്ങുന്നത്. 37 വർഷം ഒരേ ഒരു കിടപ്പ്. എടോ, ഖുർആൻ ഓതിയാൽ അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, നിനക്ക് ചില ആൾക്കാരുണ്ട് കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തും. മോൻ വന്ന ഇത് മോനാണെന്നറിയില്ല, ഇത് മോളാണെന്നറിയില്ല, ഇത് ഭർത്താവാണെന്നറിയില്ല, ഇത് ഭാര്യയാണെന്നറിയില്ല, ഈ ഇരിക്കുന്നത് എന്റെ കൂടപ്പുറപ്പാണെന്നറിയില്ല. പറഞ്ഞു കൊടുത്താലും അറിയാത്ത അവസ്ഥ. അറുദുൽ ഉംറ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. കൊച്ചുകുട്ടികളെ പോലെ ഒന്നും അറിയാതെ നടക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ല നമ്മളെ കാക്കുമാറാകട്ടെ. സ്വന്തം മോൻ വന്നിട്ട് വാപ്പാന്ന് വിളിക്കുമ്പോ അവനെ തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്തവസ്ഥയാണോ? ഒരാള് അറപ്പോടെ വെറുപ്പോടെ നമ്മുടെ ഔറത്തിൽ തൊടുക, നമ്മളെ കഴുകാൻ. കിടന്ന കിടപ്പിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ വെറുക്കൂടെ എല്ലാവരും. എത്ര സ്നേഹമുള്ളവരാണെങ്കിലും വെറുക്കും. ഒരു മകൻ എന്നോട് ചോദിച്ചു, ഉസ്താദേ എന്റെ ഉമ്മയുടെ ഔറത്തിൽ ഞാൻ തൊടാറുണ്ട്, പറ്റുമോ ഉസ്താദേ? ഒരു മകൻ എന്നോട് ചോദിച്ചതാ, ഉസ്താദേ എന്റെ ഉമ്മയുടെ ഔറത്തിൽ ഞാൻ തൊടും, എന്റെ ഭാര്യയ്ക്ക് മടിയായത് കാരണം ഞാനാ ചെയ്യണേ. പാവമാണോ? ഉമ്മയുടെ ഔറത്ത് പോലും കഴുകി കൊടുക്കുന്ന മക്കൾ. അല്ലാഹു പൊന്നുമോന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. നമ്മൾ കഴിയത്തില്ല സഹോദര. നിങ്ങൾ പത്രം കാണുന്നില്ലേ? ഒരു വീഡിയോ ഞാൻ കണ്ടു. ബോക്സിംഗ് പഠിച്ച ഒരു മകൻ ഉപ്പാന്റെ മുഖത്തിട്ടിരിക്കുന്നത് ഇടിച്ച് ചവിട്ടി കൊന്നു കളഞ്ഞില്ലേ? എത്ര വാർത്തകളാ തല്ലിക്കൊല്ലുന്നു. സ്വന്തം മക്കൾ തന്നെ കൊല്ലുന്നു മാതാപിതാക്കളെ. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തെരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ കിടന്ന എല്ലാവരും നമ്മളെ വിട്ടുപോകും. എത്ര വലിയ ആളാണെങ്കിലും കിടക്കാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടോ, അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ എങ്ങനെ കിടക്കാൻ പാടില്ല? ഇങ്ങനെ രോഗം പിടിച്ച് കിടന്നാൽ നല്ലതാ. നമ്മളെന്തോ പറയും, ചില ആൾക്കാർ കിടന്ന കിടപ്പി കിടന്ന് കണ്ടോ അനുഭവിക്കുന്നത്. അങ്ങനെ കിടക്കുന്നത് നല്ലതാ ചങ്ങാതി. അവന്റെ പാപം മുഴുവൻ അള്ള പുറത്ത് അവൻ സ്വർഗത്തിൽ പോകും. നമ്മളോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ? അർദുൽ ഉംറ എന്ന് പറയുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ആരെയും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. അള്ളാന്റെ ഖുർആൻ ഓതാൻ തീരുമാനിച്ചോ? ഉറക്കപ്പറ തീരുമാനിച്ചോ? തീരുമാനിച്ച നിന്നെ അള്ളാഹു അങ്ങനെ കിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിനക്ക് നല്ല ഓർമ്മയാ. മരിക്കുമ്പോഴും നിനക്ക് ഓർമ്മയാണിത് വാപ്പയാ, ഇത് ഉമ്മയാ, ഇത് മകനാ, ഇത് മകളാ, ഇത് കൂടപ്പറപ്പാ. പലരെയും നമ്മൾ ചെല്ലുമ്പോ ഇന്നവന്റെ മകനിടാ, നീ ഇന്നാളുടെ മോനല്ലേ മോനെ, ഇങ്ങനെ പറയുമ്പോ പടച്ചവരെ പലപ്പോഴും തോന്നാറുണ്ട്. നമ്മുടെ പായിപ്പാടങ്ങളുടെ ചില ഉമ്മമാരൊക്കെ, നമ്മുടെ ആ ഗ്രാൻഡ് ബേക്കറിയിലേക്ക് അന്നെ ഒരു അമ്മയില്ല, അമ്മ നല്ല ഓർമ്മയാണ്, മോനെ മോനെ. ഷാജിയണ്ണന്റെ അമ്മ ഉണ്ടല്ലോ. പലരുടെ അമ്മമാര് നല്ല പ്രായമുള്ളവരെ ഓർമ്മ. ഇന്നലെയും ഞാന് ഹജ്ജിന് പോകുന്ന യാത്ര ഭീമാക്കായ അവിടെ പോയപ്പോഴൊരു അമ്മായി കണ്ട് പത്തനാപുരത്തല്ല. ഏതോ പ്രായമുള്ളവർ, അൽഹംദുലില്ലാ, അവർക്കൊരു രോഗവും ഇല്ല. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. നമ്മൾ അങ്ങനെ ഒരു കിടപ്പുള്ള കിടക്കൂല. ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കിടപ്പ്. ഇങ്ങനെ കിടക്കുക, ആരെ അറിയുന്നില്ല. മൂത്രം പോകുന്നു, കാഷ്ടം പോകുന്നു, എല്ലാവരും നമ്മൾ തീരാൻ വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഹോസ്പിറ്റലിൽ നിന്ന് തള്ളി ഞാൻ നോക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് പുകയൊക്കെ തിരി കത്തിച്ചു വെച്ചിട്ട് എല്ലാം കൂടെ അടച്ചിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ഒന്ന് പുറത്തിറങ്ങും, ഇത്തിരി കാറ്റ് കയറട്ടെ. ജനല് തുറന്നതാ. ആ ഉമ്മ പിന്നെയും 3 മാസം ജീവിച്ചു.
ഇത് നമ്മൾ തീരാൻ വേണ്ടി കാക്ക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഖുർആൻ ഓതിയാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം ഇങ്ങനെ നീ കിടക്കൂല, ഇങ്ങനെ നീ കിടക്കൂല. രണ്ടാമത്തെ പ്രതിഫലം എന്താ? പെങ്ങളെ ഖുർആനിലേക്ക് മടങ്ങിക്കോ. പായിപ്പാട് പടച്ചവനെ, നല്ല നല്ല സഹോദരങ്ങളെ, നല്ല നല്ലവര് ജീവിച്ച നാടാണ് പായിപ്പാട്. നല്ല നല്ല ആൾക്കാർ, പായിപ്പാടൊക്കെ മഹാന്മാരും മഹതി നല്ല ആൾക്കാർ ജീവിച്ചിരുന്നു. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം കൊടുക്കുമാറാകട്ടെ. ആമീൻ പറഞ്ഞ സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഇവിടെ പായിപ്പാടൊക്കെ ഒരുപാട് നല്ല ഉപ്പമാരും ഉമ്മമാരും ജീവിച്ചിരുന്നു. അതിന്റെ ഏറ്റവും വലിയ തെളിവെന്താ? നമ്മുടെ കബറിനകത്ത് വീണ ആരാ വീണ? നിങ്ങളെ വീണ? കാട് പള്ളിക്കാട് വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ശിഹാബ വീണല്ലേ? ഈ ഇവിടുത്തെ താഴത്തെ പള്ളിക്കാട് വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോ ഒരു കബറിന്റെ പലക ഇടിഞ്ഞ് താഴെ വീണു. സുബ്ഹാനല്ലാഹ്. കബറിനകത്ത് നോക്കി ആ ഉമ്മ ഒരു സ്ത്രീയുടെ മയ്യത്ത, ആ തുണി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വെളുത്ത നിറത്തിൽ. ആ ഉമ്മാടെ കബർ ഒരു പെണ്ണിന്റെ കബർ. ഇവരൊക്കെ പറഞ്ഞു, സൗകണ്ണനൊക്കെ പറഞ്ഞു, ഒരാഴ്ച അങ്ങനെ തന്നെ കിടന്നു ആ കബർ. ഇവരൊക്കെ പറഞ്ഞിട്ട് വിശ്വാസം വന്നില്ല. ഉള്ള പായിപ്പാടോ വെള്ള തുണി പോലെ കപ്പൻ തുണി കിടക്കുന്ന ആരുടെ കബറാണെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ പ്രസിഡന്റ് പറഞ്ഞു മണ്ണിട്ട് മുടിയേക്കാൻ. ഞാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു ആ കബർ എനിക്കൊന്ന് കാണണമല്ലോ. ഞാൻ ചെന്നിട്ട് ആ പലക പൊക്കി നോക്കി. സുബ്ഹാനല്ലാഹ്. ആ മണ്ണിലൂടെ വെള്ളം വീണിട്ട് മുഖത്ത് ആ തുണി ഒന്ന് കളറ് മാറി, അത്രയേ ഉള്ളൂ. താഴോട്ട് വെള്ള വസ്ത്രം തന്നെ. എത്താരുടെ കബറാണെന്ന് വെച്ചിട്ട് ആർക്കും അറിയില്ല. നല്ല പഴക്കമുണ്ട്. അള്ളാഹു ഉമ്മയ്ക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. അപ്പൊ നല്ലവരല്ലേ? നിങ്ങൾ ചിന്തിക്ക്, കൊണ്ടടക്കിയ 3 പൊട്ടുവെങ്കിൽ ഇങ്ങനെ കിടക്കുന്ന സഹോദര. നിങ്ങൾ ചിന്തിക്കും, ഞാനിനി ആ കബറ് മാത്രം പറഞ്ഞതൊന്നുമല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. 3 ദിവസം കഴിഞ്ഞ കണ്ണ് ഇങ്ങനെ ഒഴുകും, 7 വയറ് പൊട്ടും. ഇങ്ങനെ പോകുന്ന കബറിനകത്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതാരുടെ കബറാണെന്ന് വെച്ചിട്ട് ഇന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ കിടക്കുന്ന നല്ലവര് നമ്മുടെ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ട്. അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞ സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അള്ളാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം. നിങ്ങൾ ഖുർആൻ മുറുകെ പിടിക്ക്, നിങ്ങൾ ഖുർആൻ മുറുകെ പിടിക്ക്. നിന്റെ മയ്യത്ത് കണ്ടവരാരും നിന്നെ മറക്കൂല. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. പായിപ്പാട് നിങ്ങളെല്ലാരും എത്ര മയ്യത്ത് കണ്ടിട്ടുണ്ട്? ആയിരക്കണക്കിന് ജനാസ കണ്ടവരാ നിങ്ങൾ. എന്നാ നല്ല മരണത്തെ കുറിച്ച് പറയുമ്പോ ചില മുഖം നിങ്ങൾക്ക് ഓർമ്മ വരൂലേ? പറ, നിങ്ങൾക്ക് ഓർമ്മ വരൂലേ? എല്ലാ മയ്യത്തും ഓർമ്മയില്ല എന്ന് നിങ്ങൾ പറയും. ചില മയ്യത്ത് എന്തൊരു പ്രകാശമായിരുന്നു സാധേ. അത്ത മരിച്ചു എന്ന് കേട്ടപ്പോ മോൻ ഓടി കവലയിൽ നിൽക്ക. അപ്പോഴാ മരിച്ച അത്ത മരിച്ചു, അമ്മ മരിച്ചു. ജോലി സ്ഥലത്ത് നിന്ന് വണ്ടി എടുത്തിട്ട് നിലവിളിച്ചുകൊണ്ട് ഓടി. നിലവിളിച്ച് വീട്ടിലേക്ക് ഓടിച്ചെന്നപ്പോ എല്ലാരും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിഞ്ചു കുഞ്ചിനെ പോലെ ഓടി കരഞ്ഞ് വീടിനകത്ത് ചെന്നിട്ട് അത്താടെ റൂമിന്റെ അകത്ത് ചെന്നിട്ട് അത്താടെ മുഖത്തിട്ടിരുന്ന തുണി ഇങ്ങനെ മാറ്റുമ്പോ ചിരിച്ചുകൊണ്ട് കിടക്കുന്നൊരു അത്ത. പാപ്പ ഇങ്ങനെ ചിരിച്ചോണ്ട് കിടക്ക, ഉമ്മ ഇങ്ങനെ ചിരിച്ചോണ്ട് കിടക്ക. റോഡിൽ കൂടെ കരഞ്ഞോണ്ട് പോയവൻ ഉപ്പാടെ ചിരി കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. എന്തൊരു മരണം അല്ലാഹ് എന്റെ തായിക്ക്. സുബ്ഹാനല്ലാഹ്. അത്താടെ റൂമിനകത്ത് മൊത്തം ഇങ്ങനെ വല്ലാത്ത സുഗന്ധം. നോക്കുമ്പോ പാപ്പാടെ റൂമിനകത്ത് മൊത്തം ഒരു സുഗന്ധം, അത്രടിച്ചതുപോലെ വല്ലാത്ത മണം. സുബ്ഹാനല്ലാഹ്. മോൻ തന്നെ പറയാ, എന്തൊരു പ്രകാശവാർത്ത നിങ്ങളുടെ മുഖത്ത്. ഇപ്പൊ അങ്ങനെയുള്ള മരണമൊന്നുമില്ലടോ. എന്തുകൊണ്ടെന്നറിയോ? അവര് തപ്പി പറക്കിയിട്ടാണെങ്കിലും ഖുർആൻ ഓതുമായിരുന്നു. എടോ, ഞാൻ പറയുന്നത് ഖുർആൻ ഓതിയാൽ അല്ലാഹു തരുന്നത് ഒരു നല്ല മരണമാണ്. വെറുതെ കിട്ടൂലത്. നല്ല മരണം എന്ന് പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങൾക്കൊക്കെ സ്വപ്നം കാണാൻ വെള്ളിയാഴ്ച ഒരാൾ മരിച്ച കാലം ഓർമ്മയുണ്ടോ? പായിപ്പാട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ദിവസം ഇന്നേ വരെ ഈ അടുത്ത കാലത്തൊന്നും ഇല്ലല്ലേ. ആരായിരുന്നു? കയ്യിൽ എണ്ണാവുന്നത് പോലെ. നിങ്ങൾക്കറിയാം, ഇന്നലെ വെള്ളിയാഴ്ച ഇവിടെ നിന്നു തൊടുപുഴയിലെ മറ്റേ ഉസ്താന്റെ വാപ്പ ഒരു മുസ്ലിം അല്ലേ, തൊടുപുഴക്കാരനല്ലേ, കാഞ്ഞാർ അബ്ദുൽ റസാഖ് ഉസ്താദ് അല്ലേ. വെള്ളിയാഴ്ച ഞങ്ങൾ ഇവിടെ നിന്നപ്പോ പറഞ്ഞ് രാത്രി ഉസ്താദെ പോയിട്ട് വരിക. ഇതൊക്കെയല്ലേ മരണം? സുജൂദി കടന്ന് മരിച്ചില്ല, നിസ്കരിച്ചപ്പോ മരിച്ചില്ല. എത്ര പേര്
ജമാഅത്തിൽ നമ്മുടെ റാസിയാണെന്റെ വെള്ളിയാഴ്ചയല്ലേ മരിച്ചത്? എത്ര പേരുണ്ടോ വെള്ളിയാഴ്ച കഴിഞ്ഞ? എന്തിന് ഇപ്പൊ ഉംറയ്ക്ക് പോയല്ലോ. ഉംറയ്ക്ക് പോയപ്പോ 11:45 ഞാൻ തവാഫ് ചെയ്യാ. എല്ലാരും പോയപ്പോ ഞാൻ പോയി കഅബാലയത്തിന്റെ കില്ല പിടിച്ച് ദുആ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോ ഒരു അറബി ഇങ്ങനെ കസേരയിൽ ഇരിക്കുന്നു. മോനും മോളും കൂടെ അടുത്തിരുന്ന് കരയുന്നുണ്ട്. പെട്ടെന്ന് മണി വെള്ളമെടുത്തിട്ട് അദ്ദേഹത്തിന്റെ തലയിൽ ഒഴിച്ചു കൊടുത്തു, വായിൽ ഒഴിച്ചു കൊടുത്തു. ഓതുന്ന ദുആ ഉള്ള ബുക്ക് മേടിച്ചിട്ട് ഇങ്ങനെ വീശി കൊടുത്തു. 11:40 ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഞാൻ വെള്ളം ഒഴിക്കുമ്പോൾ അദ്ദേഹം എന്റെ കയ്യിൽ പിടിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ വായിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോ കൈ അങ്ങ് താഴെ വീണു. എപ്പോ സഹോദര? 11:40 വെള്ളിയാഴ്ച അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ മത്താഫിന്റെ മുമ്പിൽ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ മരണം. അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. എടാ മയ്യത്ത് എന്തൊരു ഭാഗ്യവാനാണ് അതൊക്കെ. ഇതിനല്ലേ മരണം എന്ന് പറയുക? ഇതിനല്ലേ മരണം എന്ന് പറയുക? നമുക്കൊരു നല്ല മരണം കിട്ടാൻ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത് എന്ന് ആലോചിച്ച്. എനിക്ക് നിങ്ങൾക്കും ഒരു നല്ല മരണം കിട്ടാൻ നിങ്ങൾക്കറിയോ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മഹാനായ സഹാബിയാണ് സയ്യിദ് റളിയല്ലാഹു തആല അൻഹു. സയ്യിദ് എന്ന് പറയുന്ന സഹാബി സാധാരണ സഹാബിയല്ല. ആ സയ്യിദ് എന്ന് പറയുന്ന സഹാബിയുടെ മരണം നിങ്ങൾക്കറിയോ? 30-ാമത്തെ വയസ്സിൽ മുസ്ലിമായ സഹാബി. 30-ാമത്തെ വയസ്സിൽ മുസ്ലിമായി 36-ാമത്തെ വയസ്സിൽ വഫാത്തായി. 6 കൊല്ലം ജീവിച്ച സഹാബി. 60 കൊല്ലമൊന്നും പായിപ്പാടുള്ള ചെറുപ്പക്കാർ പഠിക്കണം. അൽഹംദുലില്ലാ നല്ല മക്കളാ, സ്നേഹമുള്ള മക്കളാ. ക്രിക്കറ്റ് കളിക്കാൻ വരുമ്പോ മാത്രം ഇല്ലടാ, നല്ല മക്കളാ. അൽഹംദുലില്ലാ അള്ളാഹു പായിപ്പാടുള്ള ചെറുപ്പക്കാരെയൊക്കെ നല്ല മക്കളാക്കി കൊടുക്കുമാറാകട്ടെ. അതിനകത്ത് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതൊക്കെ ഉണ്ട് എങ്കിലും അൽഹംദുലില്ലാ വലിയ സന്തോഷമുണ്ട്. പായിപ്പാടുള്ള ചെറുപ്പക്കാർ വിളിച്ച ഉസ്താദ് വിളിച്ച ഓടി വരുന്നുണ്ട്. അൽഹംദുലില്ലാ അള്ളാഹു ആ സ്നേഹം നിലനിർത്തി തരുമാറാകട്ടെ. എപ്പോഴാ മാറണമെന്നറിയില്ല. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ക്രിക്കറ്റ് കളിക്കുമ്പോഴാണെങ്കിലും എല്ലാം നല്ല ഒത്തൊരുമയുള്ള മക്കൾ ഏത് കാര്യത്തിന് വിളിച്ചാലും അൽഹംദുലില്ലാ അള്ളാഹു മക്കൾക്കൊക്കെ ചിലരൊക്കെ പെണ്ണ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു അള്ളാഹു നല്ല ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ ഞാൻ പറയുന്നത് 30-ാമത്തെ വയസ്സിൽ മുസ്ലിമായി 36-ാമത്തെ വയസ്സിൽ മരിച്ചു. 6 കൊല്ലമേ ജീവിച്ചുള്ളൂ. 6 വർഷമേ ജീവിച്ചുള്ളൂ. 6 വർഷം ജീവിച്ച സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പടച്ചറപ്പേ, ആ സഹാബിയുടെ ജനാസ, ആ സഹാബി മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയടാ ചെറുപ്പക്കാരാ. ഖുർആനെ ഇഷ്ടപ്പെടുന്ന പായിപ്പാടുള്ള ചെറുപ്പക്കാര്, 6 കൊല്ലം ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ മരിച്ചപ്പോ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിന്റെ സിംഹാസനം കുലുങ്ങിയടാ മോനെ. ആര് മരിച്ചപ്പോ? 6 കൊല്ലം മുസ്ലിമായി ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ മരിച്ചപ്പോ കണ്ടവർ പറയുന്നു എന്തൊരു മരണമാല്ല, എന്തൊരു മരണമാല്ല. യഥാസതേ എന്തൊരു പ്രകാശമാസതേ, എന്തൊരു പുഞ്ചിരിയാസതേ. സഅദ് റളിയല്ലാഹു തആല ആ സഹാബിയുടെ ജനാസ, ആ സഹാബിയുടെ ജനാസ അവിടുന്ന് കൊണ്ടിറങ്ങുന്നു. ഇവിടെ ഇരുന്നിട്ട് 2 തീരുമാനിച്ചവര് അല്ലാഹു നിനക്ക് തരുന്ന മരണമാണ് പറയുന്നത്, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന മരണമാണ് പറയുന്നത്. ഒരു ദിവസം പായിപ്പാട് പള്ളിയുടെ മിനാരത്തിൽ വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരിച്ചുപോയെന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ട്. എല്ലാവരും ഓടുകയാണ്. മരണവാർത്ത കേട്ട ഉടനെ കുടുംബക്കാരും കൂട്ടുകാരും നാട്ടുകാരും നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ, കാർപ്പ കെട്ടുകയാ, കസേര നിരത്തുകയാ. എല്ലാവരും വന്ന് നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുകയാണ്. പടച്ചവനെ നിലവിളി കേൾക്കുകയാണ്. വീടിന്റെ പരിസരത്ത് ചൂടുവെള്ളം തയ്യാറാവുകയാണ്. അങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് കടന്നു വന്നു. നിന്റെ ജനാസ എടുത്തു പെണ്ണേ
പായിപ്പാട് പള്ളിയുടെ മുമ്പിലിരിക്കുന്നവരോട് പറയുകയാണ്, ഇതുപോലെ ഒരു ദിവസം നിന്റെ വീട്ടിൽ വരും പെങ്ങള്, നിന്റെ ജനാസയെടുത്ത് വീടിന്റെ പരിസരത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മലർത്തിക്കടത്തിയിട്ട് നിന്റെ സ്വർണ്ണം ഊരിയെടുത്തോ, നിന്റെ വസ്ത്രം ഊരിയെടുത്തോ, അല്ലാ നഖത്തിനടിയിൽ അഴുക്കുകൾ എടുത്തു കളഞ്ഞു, നിഴത്തുകൾ ഒഴിവാക്കി ആ ചെറിയ ചൂടുവെള്ളത്തിന്റെ അകത്ത് നിന്നെയങ്ങ് കുളിപ്പിക്കുമുമ്മ. നിന്റെ ജനാസ കുളിപ്പിച്ചു, നിന്റെ ജനാസ കുളിപ്പിക്കുകയാണ്. എന്നിട്ട് നിന്നെ ഉടുപിടിപ്പിച്ചു, എന്നിട്ട് നല്ലതുപോലെ തുടച്ചു വൃത്തിയാക്കി, എന്നിട്ട് പറയുന്ന വെള്ള തുണിയെടുക്കാൻ ആ തുണി കൊണ്ട് നിന്നെ അങ്ങ് പൊതിഞ്ഞു. റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് ഒരാൾ പറയുകയാ, എല്ലാവരും മാറണേ, എല്ലാവരും മാറണേ, എല്ലാവരും എത്ര തിരക്കുണ്ടെങ്കിലും മാറുകയാണ്. എല്ലാവരും മാറിക്കഴിയുമ്പോ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വരുന്നത് പോലെ എല്ലാരും കൈകോർത്ത് പിടിച്ച് നിന്റെ ജനാസ എടുത്തുകൊണ്ടുവന്ന് വീടിന്റെ മുറ്റത്ത് വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ണം തുണിയുടെ മുകളില് നിന്നെ കൊണ്ടുവന്ന് മലർത്തിക്കിടത്തുകയാ. പായിപ്പാടുകാര് മുഴുവനുമുണ്ടോ, വിളിച്ചില്ല എന്ന് പരാതിയില്ല, വിളിച്ചില്ലെന്ന് പരാതിയില്ല, വിളിക്കാതെ തന്നെ എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പോഴാണ് റബ്ബേ സലീമുസ്താദോ സമദുസ്താദോ ആരോ തലഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് ചോദിക്കുന്നത്, പഞ്ഞിയവിടെ, ആ സുഗന്ധം തേച്ച പഞ്ഞിയവിടെ? എന്തിനാ പഞ്ഞി ചോദിക്കുന്നതെന്നറിയോ? മൂക്കിന്റെ ദ്വാരമ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. പഞ്ഞിയെടുത്ത് മൂക്കിന്റെ ദ്വാരത്ത് വെച്ചിട്ട് പറയുകയാ, കാണേണ്ടവരൊക്കെ കണ്ടോളാര്, കാണേണ്ടവരൊക്കെ കണ്ടോ. സുബ്ഹാനല്ലാഹ്. കുറച്ചു കഴിഞ്ഞപ്പോ പറയുന്ന കണ്ടതൊക്കെ മതി പൊതിയാര്. ജനാസ പൊതിഞ്ഞു. പായിപ്പാട് പള്ളിയിൽ അടിയിലിരിക്കുന്ന മയ്യത്ത് കട്ടിലെന്ന വാഹനം കോടീശ്വരന്റെ വീടിന്റെ മുറ്റത്ത് വന്നു. മോഡലില്ല, ഫാഷനില്ല, ഇൻഷുറൻസ് ഇല്ല, ടാക്സ് ഇല്ല. പടച്ചവനെ, ഡ്രൈവർ വേണ്ട, പെട്രോളില്ല, ഡീസലില്ല, ഫ്രീ സർവീസാ സഹോദരാ. വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്നു. 3 കഷ്ണം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ആ ജനാസ എടുത്തു വെക്കുന്ന രംഗമുണ്ടോ മോനെ? ആ ജനാസ എടുത്തു വെക്കുന്ന ഒരു രംഗമുണ്ട് ചെറുപ്പക്കാരാ. മയ്യത്ത് കട്ടിലേക്ക് എടുത്തു വെച്ചു. ആരാ ചുമക്കുന്നത്? ആരാ ചുമക്കുന്നത്? കള്ളുകുടിയനോ, വ്യഭിചരിച്ചവനോ, നിസ്കരിക്കാത്തവനോ? ആരാ ചുമക്കുന്നതെന്നറിയോ? നിന്റെ ജനാസ ചുമക്കാൻ മലക്കുകൾ വരുമടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിങ്ങളുടെ ജനാസ ചുമക്കാൻ അള്ളാന്റെ മലക്കുകൾ വരും, അള്ളാടെ മലക്ക് വരും. പായിപ്പാട്ടുകാരോട് പറയുകയാ, നിന്റെ ജനാസ ചുമക്കാൻ അള്ളാന്റെ മലക്കുകൾ ഇറങ്ങി വരും. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു തരുന്ന പ്രതിഫലമാ ഞാൻ പറഞ്ഞത്, വെറുതെ പറഞ്ഞതല്ല. സഅദ് റളിയല്ലാഹു തആല അൻഹു ആ സഹാബിയുടെ ജനാസ കൊണ്ടുപോകുമ്പോ സ്വഹാബത്ത് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, മയ്യത്തിനു ഭാരമില്ല നബിയേ, മയ്യത്തിനു ഭാരമില്ല നബിയേ, മയ്യത്തിനു ഭാരമില്ല നബിയേ. സഹാബത്ത് നോക്കുമ്പോ നബിതങ്ങൾ തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാണ്. അള്ളാന്റെ റസൂല് തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാണ്. അള്ളാന്റെ റസൂലിന് നടക്കാൻ സ്ഥലമില്ലാതെ തള്ളവിരൽ കുത്തിയിട്ട് നടക്കുന്നത് കണ്ടപ്പോ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തേ നബിയേ
തള്ളവിരൽ കുത്തികെട്ട് നടക്കുന്നതെന്തേ നബിയെ? സഹാബ 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. സഹാബ 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. കാലുകുത്താ സ്ഥലമില്ല, കാലുകുത്താ സ്ഥലമില്ല. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ റസൂലുള്ളാഹി തങ്ങൾ വിരൽ കുത്തികെട്ടാണ് നടന്നത്. നിങ്ങൾക്കറിയോ, സഅദ് തങ്ങളുടെ ജനാസ കബറടക്കുമ്പോ കബർ കുഴിക്കുന്ന മനുഷ്യൻ നോക്കുമ്പോ മണ്ണിന് സുഗന്ധം. പായിപ്പാട് പള്ളിയിലെ കബർ കുഴിക്കുന്നവരുണ്ടല്ലോ, ഒരുപാട് സഹോദരങ്ങളുണ്ടല്ലോ. ചോദിക്കാരുടെയെങ്കിലും കബർ കുഴിച്ചപ്പോ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ചെന്ന് ചോദിക്ക സഹോദരാ. സഅദ് തങ്ങളുടെ ജനാസ കബറടക്കാൻ കബർ കുഴിക്കുമ്പോ മണ്ണിന് സുഗന്ധം. ഒരു പിടി മണ്ണുവാരി മടിയിൽ വെച്ചു, ആരും കാണാതെ ഒരു പിടി മണ്ണുവാരി മടിയിൽ വെച്ചു. കബറടക്കിയിട്ട് വീട്ടിൽ ചെന്ന് രാത്രിയായി. വീടിനകത്ത് വല്ലാത്ത സുഗന്ധം. കബർ വെട്ടിയവനോടുകയായി, എവിടെ നിന്നാ അല്ലാഹ് ഈ സുഗന്ധമടിക്കുന്നത്? എവിടെ നിന്നാ അല്ലാഹ്? ചെന്ന് നോക്കുമ്പോ സഅദ് തങ്ങളുടെ കബറിനകത്ത് നിന്ന് വാരിക്കൊണ്ടുവന്ന മണ്ണിന് പോലും സുഗന്ധമാപ്പാ. ആ മണ്ണിന് പോലും വല്ലാത്ത സുഗന്ധം. പടച്ചവനെ, ഈ കബർ കുഴിച്ച മനുഷ്യൻ സഅദ് തങ്ങളെ സ്വപ്നം കണ്ടു. അവിടെ നിന്ന് ചോദിച്ചു, സഅദേ, എങ്ങനെയാ നിനക്ക് ഈ പ്രതിഫലം കിട്ടിയത്? എന്ത് നന്മ ചെയ്തിട്ടാ നിനക്ക് ഇങ്ങനെ ഒരു പ്രതിഫലം കിട്ടിയത്? സഅദ് തങ്ങൾ പറഞ്ഞ മറുപടി, അല്ലാഹുവിന്റെ ഖുർആനാ എനിക്കിങ്ങനെ ഒരു പ്രതിഫലം കിട്ടാൻ. അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചതിന് എന്റെ റബ്ബ് എനിക്ക് തന്നതാ. അതുകൊണ്ട് പായിപ്പാടുകാരോട് പറയുകയാ, ഖുർആനിനെ മുറുകെ പിടിച്ചോ, ഖുർആനിനെ മുറുകെ പിടിച്ചോ. വന്നവരെല്ലാവരും പറഞ്ഞത് ഖുർആനിനെ കുറിച്ചാ. മനോഹരമായ ഒരു പള്ളിയാണ് റബ്ബേ. നൂറുകണക്കിന് മക്കൾക്ക് പഠിക്കാൻ സൗകര്യമുള്ള നാടാണ്. പായിപ്പാട് അറിയപ്പെട്ടടോ. ഇന്ന് പടച്ചവനെ പായിപ്പാടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന രീതിയിൽ ഈ മനോഹരമായ പള്ളി പടച്ചവനെ ഈ നാടിന്റെ ഐശ്വര്യമായി ഇവിടെ നിൽക്കുമ്പോൾ, ഇന്നലെ പ്രസംഗം നടത്തിയ കബീറുബാക്കബി ഉസ്താദും പറഞ്ഞത്, പള്ളിയുടെ ഒന്നാമത്തെ 3 സഫ് ഹാഫിളീങ്ങളെ കൊണ്ട് നിറയുന്ന കാലം വേണം. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമുണ്ട്. സിറാജെണ്ണം വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ പൊന്നുമോള് ഹാഫിളായി. എന്തൊരു സന്തോഷമെന്നറിയോ? പായിപ്പാട് ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, പക്ഷേ ഹാഫിളീങ്ങൾ കുറവാ സഹോദരാ. ഹാഫിളീങ്ങൾ കുറവാ സഹോദരാ. ഹാഫിളീങ്ങളായ മക്കൾ വളരെ കുറവാണ്. അതിനെക്കുറിച്ച് അറിയാനിട്ടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്ത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ല നിങ്ങൾക്ക് നൽകിയ നിഅമത്ത് നിങ്ങൾ മനസ്സിലാക്കുക. പായിപ്പാട് പള്ളിയിൽ ഏത് മയ്യത്ത് കൊണ്ട് വെച്ചാലും ഈ മക്കൾ ഉണ്ടാകുമല്ലോ ആമീൻ പറയാൻ, ഈ മക്കൾ ഉണ്ടാകുമല്ലോ ദുആ ചെയ്യാൻ. എന്തേ തിരിയാത്തത്? എന്തേ തിരിയാത്തത്? എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ലക്ഷങ്ങളെ ചെലവഴിച്ചിട്ട് എന്തിനാ ഖുർആൻ പാരായണ മത്സരം നടത്തിയത്? എനിക്ക് പേര് കിട്ടാനാണോ? എനിക്ക് പേര് കിട്ടാനാണോ? അതിന്റെ ആവശ്യമൊന്നും അല്ലാഹു അനുഗ്രഹിച്ചിട്ട് എനിക്കില്ല. ഈ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് എന്തിനാ സഹോദര പരിപാടി വെച്ചത്? ഇരിക്കുന്ന സഹോദരൻ ഒരു പരിചയമില്ല, ഉംറയ്ക്ക് പോയ ബന്ധമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. ചോദിച്ചപ്പോ ചോദിച്ചു, എത്ര ലക്ഷം വേണം ഉസ്താദ്? ഫിറോസിനോട് പറഞ്ഞപ്പോ 1 ലക്ഷം തന്നു. എത്ര സഹോദരങ്ങളാണ് അൽഹംദുലില്ലാഹ് ഈ ഹിഫ്ള് പരിപാടിക്ക് വേണ്ടി ലക്ഷങ്ങൾ തരാൻ തയ്യാറായത്? എന്തുകൊണ്ട്? ഖുർആനിനോടുള്ള ഇഷ്ടം കാരണം. ഒരു ദുആ മതി ഉസ്താദേ. എന്റെ അടുത്ത് ഷാജിയണ്ണൻ ചോദിച്ചു. ഞാൻ ഷാജിയണ്ണന്റെ അടുക്കൽ നിൽക്കുമ്പോ വാട്സപ്പിൽ ഒരാൾ, ഉസ്താദേ ഞാൻ എവിടാ പൈസ ഇടണ്ടേ, ഏത് അക്കൗണ്ടിലാണ് ഇടണ്ടേ? ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. എന്റെ അടുത്തപ്പോ ചോദിച്ചു, ഇതെന്തേ ഉസ്താദേ? അള്ളാന്റെ ഖുർആൻ പഠിക്കണ മക്കൾക്ക് ഞാൻ ഇടട്ടെ എന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അപ്പൊ ഷാജി അണ്ണൻ ചോദിക്കുക, എന്നെ കളിയാക്കിയപ്പോ തിരിച്ചുകൊണ്ട് തമാശ പറഞ്ഞതാ. സഹോദര, എന്തിനാ സഹോദര നിങ്ങൾ എത്ര പേര് വന്നടോ? ഞാൻ ചോദിക്കട്ടെ, എന്നോട് ആ മുത്തല്യമായ മക്കളെ ചോദിച്ചു, എന്റെ ഉസ്താദ് നാട്ടുകാരാണ് വരാത്തത്, നിങ്ങൾ എത്ര പേര് വന്നു സഹോദര മത്സരം കേൾക്കാൻ? എടോ 11 വയസ്സുള്ള ഒരു മകൻ വരെ ഖുർആൻ ഓതി, എത്ര പേര് വന്നു? എന്ത് നിങ്ങൾക്ക് ഇങ്ങനെ? ഇത്രയും നല്ല സ്വന്തം കൈകൊണ്ടെഴുതിയ ഒരു ഖുർആൻ ഈ പള്ളിക്കകത്തോണ്ട് വെച്ചിട്ട് എത്ര പേര് കണ്ടടോ? വിമർശിക്കാൻ ആള്. നമ്മൾ ഇങ്ങനെ ആയിപ്പോയടോ. അല്ലാഹ് നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് നിങ്ങൾക്ക് ഈമാൻ തരുമാറാകട്ടെ. ഞാൻ ഇന്ന് നിങ്ങൾക്കറിയോ, ഇന്നും മഴ പെയ്യില്ല എന്ന് ഞാൻ എനിക്ക് ഉറപ്പാണ്. ഈ പള്ളിക്കൊരു മഹത്വം ഉണ്ടോ? ഇന്ന് ഞാൻ ഈ പള്ളിയുടെ മിഹ്റാബിനകത്ത് കയറി
ഇന്ന് ഈ പള്ളിയുടെ മിഹ്റാബിനകത്ത് കയറിയിട്ട് ഞാൻ പടച്ചവനോട് പറഞ്ഞ ഒരു ദുആ ഉണ്ട്, അല്ലാഹ് ഇന്ന് നീ മഴ പെയ്യിപ്പിക്കരുത്. ഞാൻ ഇന്ന് പ്രസിഡന്റിനോട് പറഞ്ഞു 11 മണി വരെ മഴ പെയ്യൂല. എന്തെന്നറിയോ, ഞാൻ ഈ പള്ളിയുടെ മിഹ്റാബിനകത്ത് കയറിയിട്ട് ഞാൻ അള്ളാഹിനോട് സുജൂദിൽ കിടന്നിട്ട് പറഞ്ഞു, പടച്ചവനെ 2 ദിവസം മഴ പെയ്തു, പ്രയാസമാ, ഇന്ന് നീ പെയ്യിപ്പിക്കരുത്. കാരണം എനിക്കിവിടെ ഒരു ഹിഫ്ള് കോളേജ് പണിയണം. ബദരീങ്ങള് പറഞ്ഞ നിബിധങ്ങൾ, അല്ലാഹ് ബദറിൽ ഈ 313 പേര് തോറ്റ ഇനി ദീനില്ല അല്ലാഹ്. ഞാൻ അതുപോലെ ഈ പള്ളിയുടെ മിഹ്റാബി കിടന്നിട്ട് അള്ളാഹിനോട് പറഞ്ഞു, ഇന്നു മഴ പെയ്ത് ഈ പരിപാടി മുടങ്ങിയ ഇവിടെ ഒരു ഹിഫ്ള് കോളേജ് പൊങ്ങൂല. അല്ലാഹുവേ, ഇന്നിത് നടന്നാൽ അത് നടക്കും. ഒരു പള്ളിയിലെ ഇമാമായ ഞാൻ ഇന്ന് എനിക്കൊന്നുമില്ല, ഒരു ദിവസം എന്നെ പറഞ്ഞു വിടും. എന്നാലും ഞാൻ ഈ പള്ളിയുടെ മിഹ്റാബി കിടന്നിട്ട് റബ്ബേ നിന്നോട് ഞാൻ പറയുന്നത്, എനിക്കിവിടെ ഒരു കോളേജ് വേണം. ഞാൻ പറഞ്ഞത് അല്ലാഹുവോട്, എനിക്കിവിടെ ഒരു കോളേജ് പണിയണം. 10 മക്കൾ 19 മക്കൾ ഇതിനകത്ത് കിടക്കാൻ സ്ഥലമില്ലാതെ കിടക്കും. ഇവിടെ ഒരു കോളേജ് വേണം. ഇന്ന് ഈ പരിപാടി നടന്നാൽ അത് നടക്കും. ഇന്ന് ഈ വാഴ നടന്നാൽ ഇൻഷാ അല്ലാഹ് അത് നടക്കും പടച്ചവനെ. അതുകൊണ്ട് 11 മണി വരെ നീ മഴ പെയ്യിപ്പിക്കല്ലേ എന്ന് ഈ പള്ളി ഞാൻ പറഞ്ഞു. പടച്ചവനെ, എല്ലാവർക്കും നിന്റെ പള്ളി എത്ര ദുആ ചെയ്താലും ഉത്തരം കിട്ടുന്ന പള്ളിയായത്. പക്ഷെ പലർക്കും വിശ്വാസമില്ല. അല്ലാഹ് നീ കാണിച്ചു കൊടുക്കണം അല്ലാഹ്. ഞാൻ പറഞ്ഞതോ പടച്ചവനെ